കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചിട്ടുണ്ട്. പ്രതി ഗിരീഷ് ബാബു ഈ ജെയ്സി എബ്രഹാം മരിച്ച ദിവസം അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അപ്പാർട്ട്മെന്റിലേക്ക് കൊലപാതകം നടക്കുന്നതിന് മുൻപ് മറ്റൊരു ഷർട്ട് ധരിച്ച് ഹെൽമറ്റ് ധരിച്ച് എത്തുന്നു. കൊലപാതകത്തിന് ശേഷം മടങ്ങിപ്പോകുന്നത് വേറൊരു ഷർട്ട് ധരിച്ച് ആണ്. ഡാനി പോളിലേക്ക് വേണ്ടി. ഡാനി, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളാണ്. എത്ര സമയത്തിനിടെ ആണ് ഈ സംഭവം നടന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതല്ലേ? ടോമ, ഉച്ചയോടുകൂടി ഇയാൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാവുന്നത്. ഇതിൽ വ്യക്തമാകുന്നത് കൃത്യത്തിന് ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതോടുകൂടി പോലീസ് ഇക്കാര്യങ്ങളിൽ പറയുന്നത് ഇയാൾ ഇവിടേക്ക് വരികയും അതിനുശേഷം ഈ കൃത്യം നടത്തിയതിനു ശേഷം വളരെ ബോധപൂർവം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ ശ്രദ്ധിച്ചു തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ കൃത്യത്തിന് ശേഷം ഇയാൾ അവിടെ നിന്ന് ഷർട്ട് മാറി മറ്റൊരു ഷർട്ട് ഇട്ടു. കാരണം വന്ന ഷർട്ടിലെല്ലാം തന്നെ രക്തക്കറ പുരണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ കൊണ്ടുവന്ന ഈ ടവല് കാര്യങ്ങളുണ്ട്, അതിൽ ആ ഡമ്പല പൊതിഞ്ഞെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. വളരെ സസൂക്ഷ്മമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത്. ഒരു ബാഗ് അയാളുടെ കയ്യിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒപ്പം തന്നെ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ആ വഴി, അവിടേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ദൂരത്ത് ഇയാൾ ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി അതിനുശേഷം അവിടെ നിന്ന് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം ഒരു ചുവന്ന ഷർട്ട് ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് വരുന്നു. അയാളുടെ കയ്യിൽ ബാഗുണ്ട്. വീട്ടിലേക്ക് കയറി പോകുന്നു. പിന്നീട് ഈ കൃത്യത്തിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഇയാൾ തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളും അതിനകത്തുണ്ട്. അതിൽ അപ്പോൾ മറ്റൊരു ഷർട്ട് ധരിച്ചിട്ടുണ്ട്, കയ്യിൽ ബാഗുണ്ട്. ഈ ഡമ്പൽ, ചോര പുരണ്ട ഡമ്പൽ മറ്റൊരു തുണി കൊണ്ട് പൊതിഞ്ഞ് അതിന് അകത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചാണ് ഇയാൾ അവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോഴെല്ലാം തന്നെയും ഇയാൾ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു വീടിന് മുകളിലുള്ള ഒരു CCTV മാത്രമാണ് അവിടെയുള്ളത്. അത് കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ഇയാൾ ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം അയാൾക്ക് അറിയാം. ഇവിടെ CCTV ക്യാമറകളുണ്ട്, അതിൽ താൻ പതിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഈ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് പോവുകയും തിരിച്ചിറങ്ങുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ഷർട്ട് ധരിച്ചുകൊണ്ട് അയാളെ അവിടെ നിന്ന് ഇറങ്ങി വരികയും. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടുപ്രതി ഖദീജയുടെ പങ്ക് ഈ കേസിൽ ഉണ്ട് എന്ന് പോലീസ് എങ്ങനെയാണ് വ്യക്തമായത്? ഈ CCTV ദൃശ്യങ്ങളിൽ ഈ കൂട്ടുപ്രതിയെ, ഈ സ്ത്രീയെ കുറിച്ചുള്ള യാതൊരു സൂചനകളും ഈ ദൃശ്യങ്ങളിലൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പോലീസ് ഈ ഗിരീഷ് ബാബുവിനൊപ്പം സുഹൃത്ത് ഖദീജയ്ക്കും ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്? ടോം, ഇതിൻ്റെ ഒരു ഗൂഢാലോചന കാര്യങ്ങളിൽ, ഇത് നടപ്പാക്കുന്ന കാര്യങ്ങളിൽ അതുമായി ഇത് എന്തെല്ലാമാണ് ഇതിൽ വേണ്ടത്, അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഖദീജ എന്ന് പറയുന്നത്. ഖദീജ അങ്ങനെ ഈ ഗിരീഷ് ബാബുവിൻ്റെ മാത്രം സുഹൃത്തല്ല, ജെയ്സിയുടെ കൂടി സുഹൃത്താണ്. ജെയ്സിയാണ് ഗിരീഷ് ബാബുവിന് ഖദീജയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് അവരൊരുമിച്ച് ഈ ഫ്ലാറ്റിൽ പലതവണ വന്നിട്ടുണ്ട്, അവരിവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ഗിരീഷ് ബാബുവിനെ പോലെ തന്നെ അവർക്കും നല്ല പരിചയമുള്ളതാണ്. ഇതിനുശേഷമാണ് ഇവർ ഒരുമിച്ചിരുന്ന് ആലോചിക്കുന്നത് ഈ കടബാധ്യതകൾ മറികടക്കുന്നതിന്. ഇതാണ് ഒരു എളുപ്പ വഴി എന്ന് രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനം എടുക്കുന്നു, അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഈ വഴികളിലെല്ലാം തന്നെയും ഒരു ആലോചനയുടെ കാര്യത്തിൽ, ഗൂഢാലോചനയിൽ കൃത്യമായ ഒരു പങ്കാളിയായിക്കൊണ്ട് ഖദീജയുണ്ട്. ഇതിൻ്റെ തുടക്കം മുതലുണ്ട്. അവരോട് സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് പോകുന്നത്. അത് മാത്രവുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ഖദീജയോട് ഫോണിൽ സംസാരിക്കാതിരിക്കാനായിട്ട് ഇരുവരും പ്രത്യേകം ശ്രദ്ധിക്കുകയും എല്ലാം ചെയ്തതായിട്ട് പോലീസിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണത്തിന് ഒടുവിലാണ്, ഇതിന് ശേഷം പോലീസിന് സംശയം തോന്നിയുള്ള നിരീക്ഷണത്തിനൊടുവിലാണ് ഇവരും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധവും ഇവർക്കിതിൽ പങ്കുണ്ടായെന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പോലീസിന് ബോധ്യപ്പെടുകയും ഇപ്പോൾ അവർ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവർ തന്നെയാണ്, ഇവർക്ക് സ്വർണ്ണാഭരണങ്ങളടക്കം ഇവർക്ക് ഉണ്ട്, ഇവരുടെ കയ്യിൽ പണമുണ്ട്, അപ്പോൾ ഇത് കവർച്ച ചെയ്യാമെന്നതെല്ലാം കാര്യങ്ങളും ഇയാളെ ഉപദേശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ കൃത്യം ആസൂത്രണം ചെയ്യുകയും ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ഈ ഹെൽമറ്റ് ധരിക്കുക, തുടർന്ന് ഈ രീതിയിലെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അത്തരം ആസൂത്രണങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടപ്പാക്കുക
നടപ്പാക്കുന്നതിലെല്ലാം തന്നെയും ഇവരുടെയും പങ്ക് സ്ഥിരീകരിച്ചതുകൊണ്ടാണ് അവരെ ഇതിൽ കൂട്ടുപ്രതിയാക്കിയത്. തെളിവെടുപ്പിന് ഗിരീഷിനെ മാത്രമാണ് കൊണ്ടുപോയത്. എന്നാൽ ഗൂഢാലോചനയിൽ ഇവർക്കുള്ള പങ്ക് പോലീസ് നിസ്സംശയം ബോധ്യമായിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ രണ്ടുപേരുടെയും പങ്കാളിത്തമാണ് പോലീസ് ഉറപ്പിക്കുന്നത്. മറ്റാരുടെയും ഇടപെടലില്ല എന്ന് തന്നെയാണ് ഈ സമയത്ത് തെളിവുകളുടെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരിയെ സംബന്ധിച്ച് ഏറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു ജെയ്സി എബ്രഹാമിന്റെ കൊലപാതക സംഭവം. നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. ഈ കേസിലെ മുഖ്യപ്രതി ഗിരീഷ് ബാബു കൊലപാതകം നടക്കുന്ന ദിവസം അപ്പാർട്ട്മെന്റിലേക്ക് ഹെൽമറ്റ് ധരിച്ച് നടന്നുവരുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 8 ലഭിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.